ആത്മീയവും ശാരീരികവുമായ എല്ലാ വരങ്ങളാലും പരിശുദ്ധ കന്യകയെ അലങ്കരിച്ച ദൈവമേ, ആ കന്യയുടെ യോഗ്യതകൾ പരിഗണിച്ച് ഞങ്ങൾ പ്രാർത്ഥന സ്വീകരിക്കണമേ. നീതിമാനായ യൗസേപ്പിൻ്റെയും സർവീസിൻ്റെ സുഹൃത്തുക്കളും പ്രാർത്ഥനകളും ഞങ്ങൾ സഹായിക്കുമാറാകട്ടെ. തിരിച്ചടി മേലത്യശ്വരെ സംരക്ഷിക്കുകയും അവർക്ക് ഫലമേൽക്കപ്പെടുന്ന വിശ്വാസം ഉറച്ചവരും സുഹൃത്തിച്ചുടരാക്കി തീർക്കുവാൻ അവർ സഹായിക്കുകയും ചെയ്യണമേ. പ്രത്യേകമായി തിരുച്ചധിപന്മാർ ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവൻ പിതാവുമായ കർദിനാൾ ആർച്ച് ബിഷപ്പ് ജോർജ് പിതാവിന് വേണ്ടിയും ഞങ്ങളുടെ അതിരൂപദക്ഷന്മാർ ആൻഡ്രൂസ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവിനൂത അധ്യക്ഷമായ പോളി മെത്രാനും വേണ്ടിയും അവരുടെ സഹപ്രവർത്തകർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ തിരുനടക്കാനുഭൂതിയായ വാഴ്ത്തുകൾ മറിയുന്നതിനെക്കുറിച്ച് അവരുടെ സുഹൃത്തുക്കളെക്കുറിച്ച് ആത്മീയവും ശാരീരികമായ എല്ലാ സഹായങ്ങളും നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഈ തിരു നടത്തുന്നവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ആശീർവദിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാ സർവേശ്വര എന്നേക്കും. ലോകത്തിൻ വഴികളിലുഴലാതെ പാപത്തിൻ പാതകൾ പുണരാതെ ദൈവത്തിൻ പരിമള പൂവനിയിൽ പനിമലരാ വന്നൊരു പുണ്യാത്മാ, പനിമലരായി വന്നൊരു പുണ്യാത്മാ. മാമലമേ ഉയരം നഗരം നീ, മോഹനമാ നിർമ്മല ദീപം നീ, ധരയിന്മേൽ മർത്യനു മാതൃക നീ, വിനയമുടെ വന്ദനമരുളുന്നു. അത്ഭുതമായ വരങ്ങളാൽ വിശുദ്ധരെ അലങ്കരിക്കുന്ന തിരുവുള്ളമായ ദൈവമേ, ഞങ്ങൾക്കൂടി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ മറിയത്തിൻ്റെ വാഴ്ത്തപ്പെട്ട മറിയത്തിൻ്റെ സുഹൃതങ്ങളെ ഞങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾ സഹായിക്കണമേ. അങ്ങനെ തിരുമനസ്സിന് യോജിച്ച വിധത്തിൽ ഞങ്ങൾ ഉദ്ദിഷ്ടകാര്യം സാധിച്ചു തരണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര എന്നേക്കും. ഒരു മെഴുതിരിയിൽ നിന്നായിരം നാളങ്ങൾ കൈമാറി പകരുന്ന പോലെ വിശ്വൈക ദീപമാ യേശുവിൽ നിന്നുള്ള വിശ്വാസനാളങ്ങൾ നമ്മളെല്ലാം നാഥൻ്റെ ദീപങ്ങൾ നമ്മളെല്ലാം. ദീപം കൊളുത്തിയാൽ പീഠത്തിൽ വയ്ക്കണം, എങ്ങും പ്രകാശം പകർന്നു നൽകാൻ. ദീപം കൊളുത്തിയാൽ പീഠത്തിൽ വയ്ക്കണം, എങ്ങും പ്രകാശം പകർന്നു നൽകാൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു.
കാരുണ്യവാന സ്നേഹസമ്പന്നമായ ദൈവമേ, മനുഷ്യവർഗത്തെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ അങ്ങയുടെ പ്രിയപുത്രനെ ലോകത്തെ അയച്ചതിന് ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ലോക അവസാനത്തോളം മനുഷ്യരോടൊന്നിച്ച് വസിക്കുവാനും സത്യൻ്റെ പൂർണ്ണതയിലേക്ക് അവർ നയിക്കുവാനും പന്തക്കുസ്ത ദിനത്തിൽ പരിശുദ്ധാത്മാവിനെ നൽകിയ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ആത്മശരീര നൈർമല്യത്തോടെ ഈ രക്ഷാരഹസ്യങ്ങൾ പരികരണം ചെയ്യുവാൻ ഞങ്ങൾ യോഗ്യരാക്കണമേ. സകലത്തിനും നാഥ എന്നേക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പകർവെന്നും ഞാൻ സകലേശ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. അനവധിൻ മമനാഥാവിൻ മഹിമയ്ക്കളമില്ലറിവു ഞാൻ. തലമുറ തലമുറയോടെന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതുമെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സ്ഥലത്തിൻ്റെ നാഥനും സൃഷ്ടാവുമാവുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സർവാധിപനാ കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ഞങ്ങളുടെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെ നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തി പാടിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം ആമത്തേനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചാലും. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. കണ്ടാലും എത്ര സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും. ലോകം നമ്മെ അറിയുന്നില്ല, കാരണം അത് അവിടത്തെ അറിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ്. നാം എന്തായിരിക്കുമെന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല. എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു, അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടത്തെ പോലെയാകും. അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടത്തെ കാണുകയും ചെയ്യും. ഈ പ്രത്യാശയുള്ളവൻ അവിടുന്ന് പരിശുദ്ധനായിരിക്കുമ്പോൾ തന്നെ തന്നെ വിശുദ്ധീകനാക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 10
25 മുതൽ 28 ഉൾപ്പെടെ തിരുവചനങ്ങൾ. അപ്പോൾ ഒരു നിയമജ്ഞൻ എഴുന്നേറ്റ് നിന്ന് അവനെ പരീക്ഷിക്കുവാൻ ചോദിച്ചു, ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? അവൻ ചോദിച്ചു, നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? നീ എന്തു വായിക്കുന്നു? അവൻ ഉത്തരം പറഞ്ഞു, നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൊണ്ട് സ്നേഹിക്കണം, നിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോലെയും. അവൻ പ്രതിവചിച്ചു, നീ ശരിയായി തന്നെ ഉത്തരം പറഞ്ഞു, ഇതനുസരിച്ച് പ്രവർത്തിക്കുക, നീ ജീവിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. വാഴ്ത്തോടെ മറിയം ത്രേസ്യയുടെ ശരിക്കും തിരുനാൾ ആഘോഷിക്കപ്പെടുക അവിടെ മരണദിനമായിരിക്കുന്ന ജൂൺ 8-ാം തീയതിയാണ്. ആ ജൂൺ 8-ാം തീയതിക്ക് ഒരുക്കമായിരിക്കുന്ന നൊവേന ദിനങ്ങളാണ് ഈ വരുന്ന ദിവസങ്ങൾ. തിരുനാളിനനുസ്മരിക്കുന്ന കൊടികയറ്റം കഴിഞ്ഞിട്ടുണ്ട്. ലതിഞ്ഞും ഇതിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. സ്നേഹമുള്ളവരെ, ഈ തിരുനാൾ അർത്ഥവത്തായി ആചരിക്കുവാനും സവിശേഷമായ ദൈവിക സ്നേഹത്തിൽ വളരുവാനും ആ സ്നേഹം അന്വർത്ഥമെന്ന വിധത്തിൽ പരസ്യം പ്രാവർത്തികമാക്കുവാനും ഇവർ കഴിയട്ടെന്ന് ഞാൻ ആശിക്കുന്നു, ആശംസിക്കുന്നു. വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യ 50 വർഷം വരെ ഇവിടെ ജീവിച്ചിട്ടുള്ളൂ. 1926 അവർ ദിവംഗതയാകുക. അവരുടെ ആത്മീയപിതാവും പണ്ഡിതനും പരിശുദ്ധനുമായ ബഹുമാനപ്പെട്ട ജോസ് വിജയത്തലച്ചൻ, അതിപ്പോൾ ദൈവദാസനാണ്. അദ്ദേഹം 99 വയസ്സിൽ ജീവിച്ചു. അദ്ദേഹവും ഇവിടെ തന്നെ സംസ്കൃതി ഉണ്ടായിട്ടുണ്ട്. വീരോത്സവം സാക്ഷ്യം വഹിച്ച അവരിരുവരുടെയും പുണ്യ കല്ലറകൾ ഇവിടെയാണെന്നത് വലിയ അനുഗ്രഹമായി നാം കാണേണ്ടതുണ്ട്. ജന്മം കൊണ്ട് മറിയം ത്രേസ്യമ്മ ഈ നാട്ടുകാരിയാണ്. അതേ കർമ്മം കൊണ്ട് ജോസ് വിജയത്തലച്ചൻ ഈ നാട്ടുകാരാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം 70 വർഷത്തെ വൈദ്യനായിട്ടുണ്ടെങ്കിൽ അതിൽ 62 വർഷവും പുത്തഞ്ഞൂർ ഇവിടെയൊക്കെ ആയിട്ടാണ് അതിൻ്റെ പ്രവർത്തനം കാഴ്ചവെക്കാനായിട്ട് വന്നിട്ടുള്ളത്. ഇവരിരുവരുടെയും സാന്നിധ്യം, ശുശ്രൂഷ ഈ നാടിന് ഏറ്റവും അനുഗ്രഹമാണെന്ന് ഓർക്കുക. അവൽ നിറഞ്ഞിന്ന വീരസുഹൃതങ്ങൾ നമ്മുടെ ജീവിതം പകർത്തുവാനുള്ള പ്രതിജ്ഞയും പ്രാർത്ഥനയും പ്രതിബദ്ധതയുമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. പ്രിയമുള്ളവരെ, നാം വായിച്ചു കേട്ട സുവിശേഷ ഭാഗം നിത്യജീവൻ പ്രാപിക്കുന്നത് ചെയ്യേണ്ടതുണ്ട് എന്ന് യേശുവോട് ചോദിക്കുന്നൊരു ഭാഗമാണ്. ചോദ്യകർത്താവിനോട് തന്നെ യേശു ഉത്തരം അറിയിക്കുന്നുണ്ട്. നീവൻ തന്നെ ശാസിക്കുന്നു. അങ്ങനെ അവൻ തന്നെ മനസ്സിലാക്കുന്നുണ്ട്. യേശു അങ്ങ് ശരിയാണെന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. മൂശ വഴിയെ 10 പ്രമാണം നൽകപ്പെട്ടിട്ടുണ്ടെങ്കിലും ആ 10 പ്രമാണങ്ങളിൽ സ്നേഹത്തിൻ്റെ 2 പ്രമാണങ്ങൾ ഒതുക്കാമെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒന്നാമത്, നിൻ്റെ മുഴുവൻ ഹൃദയത്തോടെ, മുഴുവൻ മനസ്സോടെ, മുഴുവൻ ആത്മാവോടെ, മുഴുവൻ ശക്തി വിശ്വാസത്തോടെ ദൈവത്തെ സ്നേഹിക്കുക. രണ്ടാമത്, തന്നെ തന്നെ സ്നേഹിക്കുന്ന പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുക. പ്രിയമുള്ളവരെ, ഈ സ്നേഹത്തിൻ്റെ പ്രമാണം എത്ര ശക്തമായ രീതിയിൽ അനുകരണീയ വിധത്തിലാണ് ഈ ധന്യ ആത്മാക്കൾ നിത്യം പ്രാപിച്ചിരിക്കുന്ന വാഴ്ത്ത മറിയം ത്രേസ്യയെയും ആത്മീയ പിതാവായിരുന്ന ജോസഫ് അച്ഛനും പ്രാവർത്തികം ചിന്തിക്കുന്ന നല്ലൊരു കാര്യമാണ്. വാഴ്ത്ത മറിയം ത്രേസ്യ 50 വർഷം മാത്രമേ ഇവിടെ ജീവിച്ചിട്ടുള്ളൂ. 1876 അവർ ജനിക്കുക. പക്ഷെ ആ കാലഘട്ടത്തെ ഓർക്കുമ്പോൾ ദൈവത്തിൽ നിറഞ്ഞ ചില വ്യക്തികളുടെ സാന്നിധ്യം പ്രത്യേകം നമുക്ക് അവസരം തരികയാണ്. വിശുദ്ധരായി നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്ന
ചവറ കുര്യാക്കോസച്ചൻ കഴിയുന്നവരുണ്ട്. 1871 മരിക്കുക. അത് വിശുദ്ധനാണെന്ന് ഓർക്കണം. 1873 വിശുദ്ധ കൊച്ചുത്രേസ്യ ജനിക്കുക. 1877 വിശുദ്ധയായ എഫ്രോസ്യമ്മ ജനിക്കുക. അപ്പോൾ ദൈവസ്വം നിറഞ്ഞ ആ വ്യക്തികളിൽ നിന്നും ദൈവത്തിന് യഥുജ ആരാഞ്ഞറിഞ്ഞുകൊണ്ട് ദൈവം നിറവേറ്റിയ നിറഞ്ഞ ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയാകാൻ വാഴ്ത്തോടെ പറയുന്നതിന് സാധിച്ചിട്ടുണ്ട്. അത് സംശയമില്ലാത്തൊരു കാര്യം മാത്രമാണ്. പ്രിയമുള്ളവരെ, വാഴ്ത്ത മറിയം ത്രേസ്യ ദൈവസ്നേഹത്തിൻ്റെ ഉദാത്തമായ ഒരു ഉദാഹരണമായിട്ട് എടുത്തു കാണിക്കാൻ സാധിക്കും. അവർ ജനിച്ചു വളർന്നത് പുത്തഞ്ചേരിയാണ്. മങ്ങടിയൻ കുടുംബത്തിലെ അംഗമാണ്. നന്നേ ചെറുപ്പത്തിൽ തന്നെ അതിപ്രധാനമായിട്ടും സ്വന്തം അമ്മയിൽ നിന്ന് ലഭിച്ചതായിരിക്കുന്ന വിശ്വാസ തീക്ഷ്ണത, ഭക്തിയുടെ ആവേശം, ദൈവസ്വര അനുഭവം ഈ പുണ്യവതിക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ വാഴ്ത്തയുടെ അമ്മയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ സൂചിപ്പിച്ചതുപോലെ അമ്മയിൽ ലഭിച്ചതായിരിക്കുന്ന ആ ഭക്തിയുടെ ആവേശവും വിശ്വാസത്തിൻ്റെ ചൈതന്യവും അത് അന്വേഷണ പ്രതിബദ്ധതയും ദേശം വളരുവാനും പരസ്പരം പ്രാവർത്തികമാകാനുള്ള സന്നദ്ധതയൊക്കെ ഈ അമ്മയ്ക്ക് ചെറുപ്പം മുതൽ ഉണ്ടായിരുന്നു. പരമ്പരാഗതമായ ഭക്താനുഷ്ഠാനങ്ങളിൽ സവിശേഷ ശ്രദ്ധ ചെലുത്താനായിട്ട് വാഴ്ത്തോട്ട് മറിയുന്നതിന് സാധിച്ചിട്ടുണ്ട്. അവരുടെ പ്രോത്സാഹനം കൊടുക്കുവാൻ അവിടെ ആത്മീയ പിതാവ് കൂടിയായിരുന്ന നമ്മുടെ ജോസഫ് അച്ഛനും സാധിച്ചിട്ടുണ്ട്. സത്യം, അനുയോജ്യമായിട്ടുള്ള പ്രായശ്ചിത്തത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ചൈതന്യം ഉൾക്കൊണ്ട ഈ നല്ല അമ്മ ചെറുപ്പം മുതൽ തന്നെ ദിവ്യാനുഭവത്തിൽ ഏറെ വളർന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. 6-7 വയസ്സുള്ളപ്പോൾ തന്നെ ആദ്യ കുമ്പസാരമൊക്കെ നടത്തി. പക്ഷെ ദൈവമായി സവിശ ഐക്യം പ്രാപിക്കാനുള്ള ആഗ്രഹം വെച്ചുകൊണ്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വലിയ താല്പര്യം കാണിച്ചു വെച്ചിരുന്നു. അന്ന് നന്നേ കുഞ്ഞുങ്ങളാക്ക് അത് അനുവദിച്ചു കൊടുക്കുകയില്ല. അതോട് കുറച്ച് വർഷം തന്നെ കാത്തു നിൽക്കേണ്ടി വന്നു. നന്നായിട്ട് ഒരുങ്ങി തന്നെ കുടുംബ പ്രേക്ഷിത്വത്തിന് ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഈ കുടുംബം ഇറങ്ങിച്ചെല്ലാൻ, ഒരു ശാന്തിയും സമാധാനം പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ദൈവിക പ്രചോദനം ഈ അമ്മയ്ക്ക് പണ്ടേ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ കുടുംബ പ്രേക്ഷിതത്തിൻ്റെ ചൈതന്യം ഉൾക്കൊള്ളാൻ സാധിക്കുക മാത്രമല്ല, അനുയോജ്യമായിട്ടുള്ള പ്രേരണയും പ്രചോദനം നൽകാൻ അവിടെ ആദ്യം പിതാവായ മേജർ ജോസഫ് വിതിലച്ചനും നൽകിയത്, സഹകരണം ഏകിയത്, പ്രചോദനം ഏകിയത് ഓർമ്മ വരുന്നു. ശരിക്കും ദൈവത്തെ സ്നേഹിക്കുന്നവർ, ദൈവത്തിൻ്റെ ഛായ ആരൊക്കെ പതിഞ്ഞിട്ടുണ്ടോ അവരിലേക്ക് ഇറങ്ങിച്ചെല്ലും. അവരെ ആദരിക്കും, അവരെ സ്നേഹിക്കും. ഒരുപക്ഷെ ആ വ്യക്തികൾ പലതരം സമയം തഴയപ്പെടുന്നവരാകാം, കഷ്ടപ്പെടുന്നവരാകാം, പീഡിക്കപ്പെടുന്നവരാകാം, ഒറ്റപ്പെടുന്നവരാകാം, രോഗം തന്നെ അനുഭവിക്കുന്നവരാകാം. എങ്കിൽ തന്നെയും ദൈവത്തിൻ്റെ ഛായ അവരുണ്ട് എന്നതുകൊണ്ട് അവരെ ആദരിക്കാൻ, അവർ ദുഃഖം ദുരിതം ഇല്ലാതാക്കാൻ, കഴിയാൻ സഹായിക്കാൻ, സൃഷ്ടി ചെയ്യാൻ, ധന്യരാക്കാനുള്ള ആ താല്പര്യവും പ്രതിബദ്ധതയൊക്കെ ഈ അമ്മയ്ക്കും ഉണ്ടായിരുന്നു. സംശയമൊന്നുമില്ല. ഒരിക്കൽ വീട്ടിൽ ചെന്നപ്പോൾ ഈ തരം ദീനം പിടിച്ച ഒരു സ്ത്രീ മരിച്ചു കിടക്കുന്നു. ആ സ്ത്രീ അടുക്കൽ ജീവനൊരു കുഞ്ഞുണ്ട് താനും. ഉപേക്ഷിക്കപ്പോയ സാഹചര്യമാണ്. ആ അമ്മ അനാഥാവസ്ഥയിലായ ആ കുഞ്ഞിനെ ഏറ്റെടുത്ത് സംരക്ഷിക്കുന്നു. മരിച്ചു കിടക്കുന്ന കുഞ്ഞിൻ്റെ അമ്മയെ വേണ്ട സംസ്കരണ സഹായങ്ങൾ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതുപോലെ പല കേസുകളിൽ ആവശ്യത്തിരുന്നവർ കണ്ടറിഞ്ഞുകൊണ്ട് സഹായിക്കാൻ ഈ അമ്മ മുന്നോട്ട് വരുമായിരുന്നു. പ്രിയമുള്ളവരെ, കുടുംബപ്രേക്ഷത്തിന് അങ്ങനെ താല്പര്യമുണ്ടായിരുന്ന ഈ നല്ല അമ്മ അതിൻ്റെ പ്രചോദനം അച്ഛനിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് തന്നെ ആ സന്യാസം രൂപം കൊടുക്കാൻ ഇടവന്ന് ഓർക്കുകയാണ്. 1913 ഒരു ഏകാന്ത ഭവനം അവിടെ പള്ളിയോടത്തുനിന്ന് വരുന്നു.
മാന്യൊരു വ്യക്തി കൊടുത്ത സ്ഥലത്ത് അവിടെ ഭവനം ഉണ്ടാകാനും ആ ഭവനം ആശ്രയിക്കപ്പെടാൻ അന്ന് ജോൺ മാനേജർ സെക്രട്ടറി ആയിരുന്ന, ഇന്ന് ദൈവദാസനായിരിക്കുന്ന, ചൈൽഡ് സിസ്റ്റേഴ്സ് സ്ഥാപകനായിരിക്കുന്ന ആഗസ്റ്റ് ജോൺ ഊക്കൻ വന്നൊക്കെ ഓർമ്മ വരികയാണ്. ആദ്യം വഹിക്കുന്നതിന് മുമ്പേ തന്നെ ആ ഏകാന്ത ഭവനം പ്രാർത്ഥനയ്ക്ക്, ഏകാന്തതയ്ക്ക്, സവിശേഷ ദൈവാനുഭവത്തിന്, ലഭ്യ പ്രചോദനം മറ്റൊരു പ്രവർത്തനം കാഴ്ചവെക്കാനുള്ള പ്രത്യേകതയ്ക്ക് ഒരുപക്ഷെ സൃഷ്ടിച്ച ആ ഏകാന്ത ഭവൻ തന്നെ അന്നത്തെ പിതാവ് ജോൺ മാനേജരുടെ പിതാവ് ഒത്തിരി പരീക്ഷ നിരങ്ങിയ ശേഷം അതിനെ ഒരു കോൺവെൻ്റ് ഉയർത്താൻ അനുവാദം കൊടുക്കുകയാണ്. വാൾട്ടർ മെറീൻ ദേശീയ താല്പര്യത്തെ കണക്കെടുത്തുകൊണ്ട് ഹോളി ഫാമിലി കോൺഗ്രിഗേഷൻ അങ്ങനെ ആരംഭം കുറിക്കുന്നു. ആദ്യത്തെ മഠം അവിടെ ഉണ്ടാകാൻ ഇടവരികയാണ്. ഈ അമ്മയോടൊപ്പം ഉണ്ടായിരുന്ന 2-3 കൂട്ടു സഹോദരികളുണ്ടായിരുന്നു. അവർ 4 പേരും മഠങ്ങളാകുന്നു. എന്തുതന്നെയായാലും അമ്മയെ തൻ്റെ ഫൈനൽ വോസ് എടുക്കുന്ന രീതിയിൽ സ്വീകരിക്കുന്ന, അമ്മയ്ക്ക് അവിടെ മതസ്ഥാനം കൊടുക്കുന്ന, അതോടൊപ്പം തന്നെ അസന്യ സമുദായ സ്ഥാപകൻ ഭാഗ്യം വരുന്ന അവസരമുണ്ടായി ഓർക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇതിനിടയിൽ ഒരുപക്ഷെ മറ്റിടത്തേക്ക് ദൈവമുണ്ടെങ്കിൽ എന്ന് വിചാരിച്ചുകൊണ്ട് ഒല്ലൂർ മഠത്തിൽ അയക്കപ്പെട്ടുവെങ്കിലും തൻ്റെ ദൈവവിളി ജനങ്ങളെ സമ്പർക്കപ്പെടുത്തുന്നവരുടെയും കുടുംബങ്ങൾ പ്രേരിച്ച് പ്രാർത്ഥന കൽപ്പിച്ചു പോകേണ്ടതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവർ തിരിച്ചു വരുന്നു 2 മാസത്തിനുള്ളിൽ. എന്തുതന്നെയായാലും വിശുദ്ധ ഏപ്രാസ്യമായിട്ട് ബന്ധം ശക്തമായിരുന്നു. അവർക്ക് നല്ലതാണ്. നല്ല രീതിയിൽ തന്നെ അവിടെ തിരിച്ചു വന്നിട്ടാണ് മറ്റ് ഏകാന്ത ഭവനം ഉണ്ടാകുന്നതും ഈ സൈന്യ സമൂഹത്തിൽ രൂപപ്പെടുന്നതും ഇതര സംഭവവികാസങ്ങൾ സാക്ഷ്യം ഇടവന്നിട്ടുള്ളത് ഓർക്കുക. 1909 തന്നെ യേശു പീഡനം ധ്യാനിക്കുകയും തൻ്റെ സഹനങ്ങൾ, ത്യാഗങ്ങളെല്ലാം യേശുവോട് ചേർന്ന് വലിയ സ്നേഹത്തോടെ സ്വീകരിച്ച അമ്മയ്ക്ക് വാസ്തവം പറഞ്ഞാൽ കേരളത്തിലെ പഞ്ചക്ഷതയാൻ ഭാഗ്യം ലഭിച്ചത് ഓർക്കുകയാണ്. പഞ്ചക്ഷതങ്ങൾ അവർക്കുണ്ടായി. യേശു തൻ്റെ വത്സലപുത്രിയെ തൻ്റേതായിരിക്കുന്ന പീഡാനുഭവ ആ വേദന ഏറെ ശക്തിപ്പെടുന്ന രീതിയിലുള്ള ആ മുറിവുകൾ കൊടുത്തുകൊണ്ട് ധന്യയാക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, അതിപ്രധാനമായിട്ടും വനിതകൾക്ക് പരിശീലനം കൊടുക്കുക, അവിടെ വിദ്യാഭ്യാസം ശ്രദ്ധിക്കുക, കുട്ടികൾ നന്മയ്ക്ക് ആനയിക്കുക, ഇതിനൊക്കെ പ്രത്യേക ശ്രദ്ധ ഈ അമ്മ ചെലുത്തിയിട്ടുണ്ട്. പുത്തഞ്ചേറോട് മഠത്തോട് ചേർന്നുകൊണ്ട് തന്നെ 100 വർഷം പിന്നിട്ട ആ LP സ്കൂൾ അമ്മ സ്ഥാപിച്ചതാണ്. ഞാൻ ഈ ദേവാലയത്തിൽ കുർബാനയ്ക്കൂടുമായിരുന്നു. ജോസഫിൻ്റെ കുർബാനയ്ക്കൂടുമായിരുന്നു. അതിനാശ്രമം കിട്ടിയ എല്ലാ കാര്യം പോയിട്ടുള്ളൂ. നിശ്ചയമായിട്ടും അദ്ദേഹം ഒരു പുണ്യാത്മാവാണ്. വളരെ നേരത്തെ എഴുന്നേറ്റ് വന്നുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കുന്നതും ആരാധിക്കുകയും ഞാൻ കണ്ടിട്ടുണ്ട്. ദിവ്യാന സന്നദ്ധിയിൽ നിന്ന് സവിശാനുഗ്രഹം പ്രാപിച്ച വ്യക്തിയാണ്. നമ്മുടെ അമ്മയും അതുപോലെ തന്നെ. ആ ദിവ്യാന ഭക്തി തന്നെയാണ് വാസ്തവത്തിൽ 40 ആരാധന ആരംഭിക്കാൻ ഇടവെത്തിയിട്ടുള്ളത്. കാളിയുടെ കുടുംബാംഗങ്ങൾ അതിൻ്റെ സഹായം ചെയ്യാൻ മുന്നോട്ട് വന്ന ഓർമ്മയിലുണ്ട്. പക്ഷേ ഈ ദിവ്യാന ഭക്തി തന്നെയാണ് വാസ്തവത്തിൽ അന്ന് കോട്ടയ്ക്കൽ കോയത്തിലേക്ക് പറയുന്ന ആരാധനയ്ക്ക് പോകുക, ഇവിടെ അതിന് സൗകര്യം കുറിക്കാൻ ഇടവന്നത് അങ്ങനെയാണ്. ഇവരിരുവരും തന്നെ ദിവ്യാന ഭക്തിയിൽ, പീഡന ഭക്തിയിൽ, തിരുവരുത്ത ഭക്തിയിൽ, സമയമുള്ള ഭക്തിയിലൊക്കെ വളർന്ന് ഉയർന്നു വന്നവരാണ്. അവർ ദൈവസ്നേഹം നിറഞ്ഞുകൊണ്ട് അതന്നർത്ഥ പതിപ്പദ്ധതിയിൽ മറ്റുള്ളവരിൽ അങ്ങേ കണ്ടുകൊണ്ട് അവരെ ശക്തിപ്പെടുത്താനും ശുശ്രൂഷിക്കുവാനും അവർക്ക് വേണ്ട നന്മ ചെയ്തു കൊടുക്കുവാനും ത്യാഗപൂർണമായ അനുഭവത്തിലൂടെ തന്നെ അവർ ഇറങ്ങിത്തിരിക്കുമായിരുന്നു. പ്രിയമുള്ളവരെ, ഈ ചൈതന്യ വിശേഷം കുടുംബ പ്രേക്ഷണ പരപ്രാർത്ഥന കൽപ്പിക്കേണ്ട ഈ സന്യ സമൂഹത്തിന് ഇവരുടെ നൽകപ്പെട്ടിട്ടുണ്ട്. അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ടും പ്രോത്സാഹനം കൊടുക്കാൻ അവർക്ക് സാധിക്കുന്നതിനെ ആശംസിക്കുകയാണ് ചെയ്യുക. പ്രിയമുള്ളവരെ, ആഴമേറിയ വിശ്വാസം നമുക്ക് വേണം. വിശ്വാസം ജീവിക്കുന്ന
പ്രതിബദ്ധത ആവശ്യം വേണ്ടതാണ്. എങ്കിൽ നാം ദൈവസ്നേഹത്തിൽ വളരും. ദൈവസ്നേഹമുണ്ടെങ്കിൽ പരസ്യം പ്രാപ്തമാകാതിരിക്കാൻ പറ്റുകയില്ല. എങ്കിൽ ശരിയായ വിശുദ്ധിയും നമുക്കുണ്ടാകും. നേരായ ജീവിതത്തിലൂടെ വിശുദ്ധി പ്രാപിക്കാൻ കഴിയട്ടെന്ന് ആശിക്കുകയാണ്, ആശംസിക്കുകയാണ്. നമുക്ക് ചുറ്റും ഒരുപക്ഷെ നമ്മുടെ സ്നേഹവും ശുശ്രൂഷയുമായി നിരവധി ആളുകളുണ്ടെന്ന് വന്നേക്കാം. അവരെ നാം ജീവിക്കുന്നവരാണെന്ന് വന്നാൽ, ദൈവസ്നേഹം നമ്മളുണ്ടെന്ന് വന്നാൽ അവരെ നാം ശ്രദ്ധിക്കാതിരിക്കുകയില്ല. അവരുടെ പ്രാർത്ഥിക്കും, ചെയ്യാൻ ശുശ്രൂഷ ചെയ്യും. അവരെ ധന്യരാക്കാൻ ആത്മാർ ദാഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. അതിനുള്ള ആവേശം ഉൾക്കൊള്ളാൻ കഴിയട്ടെന്ന് ആശിക്കുകയാണ്. പ്രിയമുള്ളവരെ, പ്രധാനമായിട്ടും ഈ ദൈവസ്നേഹത്തെക്കുറിച്ചാണ് എന്നെ രണ്ടു വാക്ക് പറയാൻ ആവശ്യപ്പെട്ടത്. അനുയോജ്യമായ വിശുദ്ധ ഭാഗം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. സർവ്വപരി ദൈവത്തെ സ്നേഹിക്കുക, തന്നെ സ്നേഹിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുക, അതിനെ സ്നേഹത്തെ പ്രവണ അനർത്ഥമാക്കിക്കൊണ്ട് നിത്യജീവൻ പ്രാപിക്കുക. അത് യേശു പഠിപ്പിച്ചു, അങ്ങനെ ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ രണ്ട് ഭക്താത്മാക്കളും അവർ സംസ്കരിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ മാതൃയും ചൈതന്യവും അതുതന്നെയാണ് താനും. അവരനുകരിച്ചവരുടെ മാധ്യസ്ഥം തേടിക്കൊണ്ട് നമുക്കും വിശുദ്ധരാകാം, വിശ്വാസത്തിൽ ആഴപ്പെടാം, ദൈവത്തിൽ വളരാം, പരസ്യം പ്രാവർത്തികമാക്കാം, വിശുദ്ധിയിൽ ഉയരാം. നല്ലവന ദൈവം നമ്മെ അവരെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തിൽ ആമേൻ. ഈ കുർബാന ഞങ്ങളുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭിഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി നിങ്ങൾ സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ പക്ഷേ സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അപേക്ഷിച്ച രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളും ആയിരുന്നിട്ടും ഞങ്ങളും കാരണാതിരത്തിൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസപരികരണം ചെയ്യുവാൻ ഞങ്ങൾ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ ആത്മാവോടും കൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. നിത്യം ജീവിക്കുന്നവനും സ്നേഹസമ്പന്നനുമായ ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ദിവ്യസക്രാരിയിൽ വാഴുന്ന അങ്ങയുടെ തിരുമുമ്പിൽ കത്തിജ്വലിക്കുന്ന ഒരു ദീപമായി തീരുവാൻ പ്രാർത്ഥിച്ച വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയുടെ മാധ്യസ്ഥ സഹായം ഉപേക്ഷിച്ച് അണഞ്ഞിരിക്കുന്ന ഞങ്ങളെ അനുഗ്രഹിക്കണമേ.
നവയുഗ പ്രവാചകരായ വിശുദ്ധരെ ലോകത്തിന് പ്രദാനം ചെയ്യുന്ന ദിവ്യകാരുണ്യനാഥ, കുടുംബങ്ങൾക്ക് പ്രേക്ഷിതയായ അമ്മയെ ഞങ്ങൾക്ക് നൽകിയ അങ്ങയുടെ അനന്തകാരുണ്യത്തെ എന്നുമെന്നും ഞങ്ങൾ പ്രകീർത്തിക്കുന്നു. ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന ദിവ്യവചസ്സുകൾ പ്രാവർത്തികമാക്കി നിരാലംബരെ സഹായിക്കാൻ സന്നദ്ധയായി യേശു സാക്ഷിയായി ജീവിച്ച അമ്മയുടെ മധ്യസ്ഥ സഹായം തേടി വന്നിരിക്കുന്ന ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യായുടെ സുഹൃതങ്ങൾ പ്രകീർത്തിച്ചുകൊണ്ട് അമ്മയ്ക്ക് വന്ദനം അർപ്പിക്കാം. സർവനന്മസ്വരൂപിയായ തൃത്വിക ദൈവമേ, അങ്ങേ നേരെയുള്ള സ്നേഹത്താൽ കത്തിജ്വലിക്കുകയും സുവിശേഷോപദേശങ്ങളെ സ്വന്തം ജീവിത നിയമമായി സ്വീകരിച്ച് അഗതികൾക്കും ആർത്തർക്കും അത്താണിയാവുകയും കുടുംബങ്ങളെ ക്രൈസ്തവ ചൈതന്യത്താൽ നിറയ്ക്കുവാൻ ജീവിതം സമർപ്പിക്കുകയും ചെയ്ത അങ്ങേ വിശ്വസ്തദാസിയായ വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യ വിശുദ്ധയായ തിരുസഭയിൽ വണങ്ങപ്പെടുവാൻ കൃപ ചെയ്യണമേ. പരിശുദ്ധ കന്യകാമറിയമേ, വിശുദ്ധ യോസേപ്പ് പിതാവേ, വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയുടെ മാധ്യസ്ഥം വഴി ഞങ്ങൾ അപേക്ഷിക്കുന്ന ഈ പ്രത്യേക അനുഗ്രഹം ഈശോയിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചു തരണമേ. ആമേൻ. സർവ്വസ്വനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. അറിഞ്ഞറിയമേ, സ്വസ്തി കർത്താവങ്ങളുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടുള്ളാവുന്നു, അങ്ങയുടെ ദുരിതം ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യരക്ഷകനായ മിശിഹായി, അങ്ങയുടെ സ്നേഹത്തിൽ ജ്വലിച്ച് സഹനങ്ങളെ ഏറ്റുവാങ്ങി വാഴ്ത്തോട്ട് മറിയം ത്രേസ്യയുടെ മധ്യസ്ഥ സഹായം തേടി വന്ന ഈ ദാസരെ ആശീർവദിക്കണമേ. ജീവിത ക്ലേശങ്ങളിൽ അങ്ങയുടെ കരം കാണുവാൻ, സന്തോഷ സന്താപങ്ങളിൽ അങ്ങ് മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിലും സമൂഹങ്ങളിലും അങ്ങ് ശാന്തിയും സമാധാനവും വർഷിക്കണമേ. ഞങ്ങളുടെ ഓരോ നല്ല സംരംഭത്തിലും നീതിപൂർവ്വ ആവശ്യങ്ങളിലും അമ്മ വഴി ധാരാളം അനുഗ്രഹം നൽകണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിസഹവാസം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, നമ്മുടെ കുടുംബങ്ങളിലും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.